പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വീണ്ടും കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നു. 16 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മോദിയും ട്രംപും തമ്മിൽ വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് അരങ്ങൊരുങ്ങുന്നത്. ഫ്രാൻസിലെ എവിയാനിൽ ഈ മാസം 16-17 തീയതികളിലായി നടക്കുന്ന G7 ഉച്ചകോടിക്കിടെയാകും ഇരുവരും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുക. ഇക്കാര്യം വൈറ്റ് ഹൌസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരം അതിഥിയായാണ് മോദി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ഫെബ്രുവരിയിൽ മോദി വാഷിംഗ്ടൺ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം നീണ്ട 16 മാസത്തെ ഇടവേളയ്ക്കു ശേഷമാണ് ഇരു നേതാക്കളും നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്ത്യക്കും അമേരിക്കയ്ക്കും പുറമെ ഫ്രാൻസ്, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായും ട്രംപ് ചർച്ചകൾ നടത്താൻ പദ്ധതിയിടുന്നുണ്ട്. ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധത്തിൽ ഏറെ നിർണായകമായ ഘട്ടത്തിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം കരാറിലെ ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ സാങ്കേതിക വിദ്യ, സാമ്പത്തിക സഹകരണം എന്നീ മേഖലകളിൽ കൂടുതൽ കരുത്തുറ്റ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ ഒരു വർഷത്തെ ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതി വിലയിരുത്തുന്നതിനൊപ്പം രണ്ട് സർക്കാരുകളും മുൻഗണന നൽകുന്ന വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കുന്നതിനെക്കുറിച്ചും മോദിയും ട്രംപും സംസാരിക്കുമെന്നാണ് സൂചന. ഇറാൻ യുദ്ധവും ഗൾഫ് മേഖലയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും ഇന്ത്യയെ ബാധിക്കുന്ന സമയത്താണ് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികരെ വഹിച്ചുകൊണ്ടിരുന്ന എണ്ണ ടാങ്കറുകൾക്ക് നേരെ US നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സമീപ ദിവസങ്ങളിൽ വഷളായിരുന്നു. ജൂൺ 8-ന് പലാവു പതാകയുള്ള എണ്ണ ടാങ്കർ മാരിവെക്സ് എന്ന കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ നാവികരെ US നടപടിയെ തുടർന്ന് രക്ഷപ്പെടുത്തി. 2 ദിവസത്തിനു ശേഷം മറ്റൊരു ടാങ്കറായ MT സെറ്റബെല്ലോയ്ക്ക് നേരെ US നടത്തിയ ആക്രമണത്തിൽ 24 ഇന്ത്യൻ നാവികരിൽ 3 പേർ മരിച്ചു. മരിച്ചവരിൽ ഡെക്ക് കേഡറ്റ് ആദിത്യ ശർമ്മ, എഞ്ചിൻ ഫിറ്റർ ശിവാനന്ദ് ചൌരസ്യ, ചീഫ് എഞ്ചിനീയർ പട്നാല സുരേഷ് എന്നിവരും ഉൾപ്പെടുന്നു. കൂടാതെ ജൂൺ 11-ന് 20 ഇന്ത്യൻ പൌരന്മാരുമായി സഞ്ചരിച്ച ഗിനിയ ബിസാവോ പതാകയുള്ള ടാങ്കർ ജൽവീർ ആക്രമിക്കപ്പെട്ടു. ഈ സംഭവങ്ങളെ തുടർന്ന് ഇന്ത്യ വാഷിംഗ്ടണിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഡൽഹിയിലെ US ചാർജ് ഡി അഫയേഴ്സിനെ വിളിക്കുകയും ചെയ്തു. കപ്പലുകൾക്കെതിരെ മാരകായുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിദേശകാര്യ മന്ത്രാലയം അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചു. അത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരത്തിന്റെ സുരക്ഷയും സ്ഥിരതയും ബാധിക്കുമെന്ന് പ്രസ്താവിച്ചു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനായി ഇന്ത്യ സംഭാഷണത്തിനും നയതന്ത്രത്തിനും ഊന്നൽ നൽകിയിട്ടുണ്ട്. അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ ആക്രമണങ്ങളെ ന്യായീകരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വിദേശകാര്യമന്ത്രിയുടെ സംഭാഷണത്തിൽ ഹോർമൂസിലെ നാവിക ഉപരോധത്തിന്റെ ലംഘനങ്ങൾ US അനുവദിക്കില്ലെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. G7 ഉച്ചകോടിക്ക് ശേഷം ജൂൺ 18-ന് പ്രധാനമന്ത്രി മോദി പാരീസിലേക്ക് പോകും. അവിടെ അദ്ദേഹം കൂടുതൽ ഉഭയകക്ഷി യോഗങ്ങൾ നടത്തുകയും യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വ്യാപാരം, ഊർജ്ജ സഹകരണം, H1B വിസ നയങ്ങൾ, പ്രാദേശിക സുരക്ഷ, പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം തുടങ്ങിയ വിഷയങ്ങൾ ഇരുവർക്കുമിടയിൽ ചർച്ചയായേക്കുമെന്നാണ് വൈറ്റ് ഹൌസ് പ്രതിനിധിയായ ഭരണാധികാരി വ്യക്തമാക്കിയത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നീണ്ടകാലത്തെ മാറിമറിഞ്ഞുള്ള രാഷ്ട്രീയ ബന്ധം എന്നത് ലോക ചരിത്രത്തിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച ലോകം ഉറ്റുനോക്കുകയാണ്. കാരണം ഇന്ത്യയുടെ ഹൃദയത്തെ തന്നെ തകർത്ത പഹൽഗാം ആക്രമണവും അതിന്റെ മറുപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ആദ്യമായാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് 1947-ൽ സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ 79 വർഷത്തെ ചരിത്രമുണ്ട്. ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായതിനെ തുടർന്ന് ഔദ്യോഗികമായ നയതന്ത്ര ബന്ധം ആരംഭിച്ചു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യ ചേരിചേരാ നയം സ്വീകരിച്ചിരുന്നതിനാൽ US-ഉമായുള്ള ബന്ധത്തിൽ അകൽച്ചയുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ പതനവും ഇന്ത്യയുടെ സാമ്പത്തിക ഉദാരവൽക്കരണവും ഇന്ത്യ-US ബന്ധത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്നിരുന്നാലും 1998-ലെ ഇന്ത്യയുടെ ആണവ പരീക്ഷണം മൂലം US ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കരാറുകളിലൂടെയും പ്രതിരോധ സഹകരണങ്ങളിലൂടെയും ഇരു രാജ്യങ്ങളും വളരെ അടുത്ത സഖ്യകക്ഷികളായി മാറി. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ സഹകരണം ഏറ്റവും ഉയർന്ന തലത്തിലാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.